ജീവിതത്തിൽ വിജയിച്ചവർക്കൊക്കെ നമ്മളെ പോലെയുള്ള സെയിം സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മളെ പോലെയുള്ള കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ പോലെ സപ്പോർട്ട് ഇല്ലാത്തവരുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കുമുണ്ട്. എന്നിട്ടും അവരെന്ത് സക്സസ് ആയത്, നമ്മൾ എന്തുകൊണ്ട് ഇന്നും ഈ നിലയിൽ തുടരുന്നു എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തായിരിക്കും അത് കാരണം? നമ്മുടെ ലൈഫിൽ ചിന്തിക്കേണ്ടത്, നമ്മളുടെ അതേ അവസ്ഥയുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മളുടെ കുടുംബക്കാർ, നമ്മൾ സപ്പോർട്ട് ചെയ്യാത്ത ഒരു ഫാമിലീസ്, അതേപോലെ റിലേറ്റീവ്സ്, നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു ഫ്രണ്ട്സ്, നമുക്ക് ഒരുപാട് കടങ്ങൾ, ബാധ്യതകൾ, അതേ സെയിം സിറ്റുവേഷനുള്ള വേറെയും മനുഷ്യരുണ്ട്. പക്ഷേ അവൻ വിജയിക്കുന്നുണ്ട്, നമ്മളൊന്നും ആവുന്നില്ല. എന്താണ് കാരണം? നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പകർത്തിയാൽ ഞാൻ ഒരു ഉറപ്പ് തരാം, അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം തന്നെ സൃഷ്ടിക്കും എന്നുള്ളതിനുള്ള ഒരു ഉറപ്പ് ഞാൻ ഇപ്പോൾ തരികയാണ്. ഞാനിവിടെ പറയുന്നത്, അവരും നമ്മളും തമ്മിലുള്ള ഒരു വ്യത്യാസം, അത് ഏക വ്യത്യാസം മൈൻഡ് സെറ്റാണ്. അവർക്കൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്കതില്ല എന്നുള്ളത് തന്നെയാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. മൈൻഡ് സെറ്റ് ഉണ്ട്, പക്ഷേ അതൊരു പവർഫുൾ അല്ല എന്നുള്ളതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മൈൻഡ് പവർഫുൾ ആക്കാൻ, നമ്മളുടെ ഇന്നത്തെ സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് സക്സസ് ആവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കിടയിലും നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ലൈഫാണ്. അതിനെ എങ്ങനെ നമുക്ക് കരകയറ്റാം എന്നുള്ള ഒരു ചിന്തയിലായിരിക്കണം നമ്മൾ ഉണ്ടാവേണ്ടത്. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ 3 കാര്യങ്ങൾ പറയാം. ഇവ 3 നിങ്ങളുടെ ലൈഫിൽ ഓരോ ദിവസവും നിങ്ങളിങ്ങനെ ശീലിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോഴാണ് ലൈഫിൽ മാറ്റം ഉണ്ടാവുക. കാരണം ലോകത്ത് മാറ്റമില്ലാതെ തുടരുന്ന ഒന്നാണ് മാറ്റം എന്നുള്ളത്. ഞാൻ 3 കാര്യങ്ങൾ പറയാം. അത് കൃത്യമായിട്ട് എവിടെയാണെങ്കിലും നിങ്ങളിതിങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് മാറ്റം ഉണ്ടാവുകയുള്ളൂ. അതിലൊന്നാമതായിട്ട് മെഡിറ്റേഷൻ. രാവിലെ എഴുന്നേറ്റ് 15 മിനിറ്റ് നമ്മുടെ ലൈഫിലേക്ക് വേണ്ട, നമ്മുടെ ലൈഫിനെ ഒരു പോസിറ്റീവ് ആക്കി മാറ്റുന്ന ഒരു നല്ലൊരു ടൈം ആയിരിക്കണം ആ 15 മിനിറ്റ്. മെഡിറ്റേഷൻ ചെയ്യുക ഒന്നുകിൽ. അതൊരു നല്ലൊരു, കാരണം ഈ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് നമ്മൾ ഫുൾ എനർജറ്റിക് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ മൈൻഡും എല്ലാം ഒരു ബ്ലാങ്ക് പേപ്പർ ആയിരിക്കും. ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ മൈൻഡ് ഭയങ്കര പവർഫുൾ ആയിട്ട് എടുക്കും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് 15 മിനിറ്റ്, രാവിലെ എഴുന്നേറ്റപാട് മൊബൈലൊക്കെ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ ലൈഫുമായിട്ട്, നമ്മുടെ ശരീരവുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. ജീവിതത്തിൽ ഇനി എന്തൊക്കെ ചെയ്യണം, ഇന്ന് എന്തൊക്കെ ചെയ്യേണ്ടത്, ഇന്ന് പോസിറ്റീവായിരിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം, അതൊക്കെ ചെയ്യുക. രാവിലെ എന്നത് ഒരു റിലാക്സ്ഡ് മോഡാണ്. നമ്മൾ ഏതിലേക്ക് തിരിയുന്നുവോ നമ്മൾ അതിലായിട്ട് മാറും. അതുകൊണ്ടാണ് രാവിലെ പത്രം വായിക്കരുത് എന്നൊക്കെ ഈ വലിയ വലിയ ആൾക്കാരൊക്കെ പറയുന്നത്. അതാണ് രാവിലെ ഏറ്റവും നല്ല ടൈമാക്കി മാറ്റുക. രണ്ടാമതായിട്ട് കംഫർട്ട് സോൺ പൊളിക്കുക. നമുക്ക് തോന്നും ഇവിടെ ഇരുന്ന പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ടോ, അവിടെ നിൽക്കരുത്. കംഫർട്ട് സോൺ, നമുക്ക് കംഫർട്ടബിൾ ആണ്, എനിക്കിനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല, എന്ന് നല്ല നിലയിൽ പോകാൻ കഴിയും എന്നൊക്കെ തോന്നുന്നുണ്ടോ, അതാണ് നമ്മുടെ കംഫർട്ട് സോൺ അല്ലേ. നമ്മളൊരു ജോലി എടുത്ത് അത് 1 വർഷം കഴിഞ്ഞിട്ട് അടുത്ത ജോലിയിലേക്ക് മാറാൻ വരെ ചിലർക്ക് പേടിയാണ്. കാരണം എന്താ? ഈ കംഫർട്ട് സോൺ വിട്ടു പോകുമോ എന്നുള്ളത്. നമ്മുടെ 4 ഫ്രണ്ട്സിൽ നിന്ന് മറ്റൊരു ഫ്രണ്ട്സിനെ പരിചയപ്പെടാൻ നമുക്ക് പേടിയാണ്. കാരണം ഈ കംഫർട്ട് സോണ് നമുക്ക് കംഫർട്ട് സോൺ പൊളിഞ്ഞു പോകുമോ എന്നുള്ള പേടി, ഈ കംഫർട്ട് സോൺ പൊളിക്കാനുള്ള പേടി. അങ്ങനെ ഈ കംഫർട്ട് സോൺ പൊളിച്ചുകൊണ്ട് തുടങ്ങണം. നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഓരോ കംഫർട്ട് സോണും നമ്മളിങ്ങനെ പൊളിച്ചുകൊണ്ടേയിരിക്കണം. അത് നമുക്ക് മറ്റൊരാളെ പരിചയപ്പെടുക എന്നുള്ളത് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. നമ്മളൊന്ന് പരിചയപ്പെട്ട് നോക്കണം. അപ്പോൾ നമ്മുടെ കംഫർട്ട് സോൺ ഇങ്ങനെ വളരുക, അതൊരു ഗ്രൗത്ത് സ്റ്റേജിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. മൂന്നാമതായിട്ട് സെൽഫ് ടോക്ക്. നമ്മളുമായിട്ട് സംസാരിക്കുക അല്ലേ. ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമുക്കുള്ളിലാണ് ഇതെനിക്ക് ചെയ്യാൻ കഴിയോ ഇല്ലയോ എന്നുള്ള തോട്ട് വരുന്നത്.
നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ തീരുമാനിക്കുക. അഥവാ നമ്മൾ ആദ്യം തീരുമാനിക്കുക. ലോകത്ത് ചുറ്റുഭാഗത്തുള്ള ഒരുപാട് പേരൊന്നും പറഞ്ഞതുകൊണ്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടാവണം. എനിക്കിത് കഴിയും എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ മാറണം. നമ്മളെപ്പോഴും സെൽഫ് ഡൗട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. തോറ്റു പോകുമോ എന്നുള്ള പേടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് സെൽഫ് ടോക്ക് ഏറ്റവും പവർഫുള്ളായ വാക്കുകളിലായിരിക്കണം. ഇത് ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് ഐ വിൽ ട്രൈ. അത്ര മതി. അതിൽ തന്നെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മളെപ്പോഴും സിറ്റുവേഷൻസിനെ ഇങ്ങനെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സിറ്റുവേഷൻ വളരെ പരാജയമാണ്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എപ്പോഴും പറഞ്ഞിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കേണ്ടത് സൈക്കോളജി പഠനങ്ങൾ വരെ പറയുന്നത് ഈ സിറ്റുവേഷൻസിനെ പരാതി പറയുന്നവൻ എപ്പോഴും സിറ്റുവേഷൻസിന് അടിമകളായിരിക്കും എന്നുള്ളതാണ്. അല്ലേ? നമ്മളൊരു സ്ഥലത്ത് തോറ്റാൽ ആ കമ്പനി പോരാ എന്നൊക്കെ നമ്മൾ പറയാം, എക്സാം പോരാ എന്നൊക്കെ പറയാം. പക്ഷേ ശരിക്കും അത് നമ്മൾ പഠിക്കാത്തത് കൊണ്ടല്ലേ നമ്മൾ തോറ്റത്? ചിന്തിക്കണം. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും മാറണമെങ്കിൽ നമ്മൾ ആദ്യം മാറ്റേണ്ടത് മൈൻഡ് സെറ്റ്.